ഇപ്പോഴത്തെ നമ്മുടെ മോഡേൺ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഒട്ടുമിക്ക ആൾക്കാരും തന്നെ ചിക്കൻ ഉപയോഗിക്കുന്നവരാണ്. ചിക്കൻ നമ്മൾ മേടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് കവറിലൊക്കെ തരാറുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ വന്ന ഉടനെ അതൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടത് വളരെ ആവശ്യമാണ്. പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ചിക്കനകത്തെ കരളും പിന്നെ അതിനകത്ത് വേറൊരു സാധനമുണ്ട് തൊലി കളഞ്ഞെടുക്കുന്നത്. അത് രണ്ടും ഞാൻ കളയും. ചില ആൾക്കാർ തൊലി കളഞ്ഞൊക്കെ എടുക്കുന്ന കണ്ടിട്ടുണ്ട്. അത് രണ്ടും ഞങ്ങൾ ഉപയോഗിക്കത്തില്ല കേട്ടോ. നമ്മൾ ചിക്കൻ കഴുകുമ്പോൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മൾ കല്ലുപ്പ് ഉപയോഗിച്ച് മാത്രമേ ചിക്കൻ കഴുകാവുള്ളൂ. കല്ലുപ്പ് നമ്മൾ നന്നായിട്ട് ഏറെ ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കല്ലുപ്പിട്ട് പുരട്ടണം മൊത്തം. അപ്പോൾ അതിനകത്തെ ബ്ലഡും ആ അഴുക്കും എല്ലാം വെളിയിലേക്ക് അങ്ങ് പോകും. അങ്ങനെ പുരട്ടി നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഒലച്ച് കഴുകുമ്പോൾ അതിൻ്റെ അകത്തുള്ള എല്ലാ അഴുക്കും ബ്ലഡിൻ്റെ മയമൊക്കെ പറ്റി ചിലപ്പോൾ അകത്തോട്ടൊക്കെ ഇരിക്കും. അതെല്ലാം വെളിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഒലച്ച് കഴുകുക. അങ്ങനെ നമ്മൾ മിനിമം ഒരു 8-9 പ്രാവശ്യമെങ്കിലും ചിക്കൻ കഴുകണം. ഒരു പ്രാവശ്യം ഉപ്പിട്ടാൽ പോരാ, നമ്മൾ 2-3 തവണ ഉപ്പ് ഇട്ട് വീണ്ടും കഴുകി വൃത്തിയാക്കണം. വെള്ളം തെളിയുന്നിടം വരെ നമ്മൾ രക്തമയം പൂർണ്ണമായും മാറുന്നിടം വരെ നമ്മൾ കഴുകിക്കൊണ്ടിരിക്കണം. അങ്ങനെ കഴുകി നമ്മൾ ശ്രദ്ധിക്കണം രക്തമയം ഉണ്ടോ അതുവരെ കഴുകേണ്ടത് വളരെ ആവശ്യമാണ്. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് ചെയ്യുന്ന എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് അല്പം മഞ്ഞൾ പൊടി എടുത്തിട്ട് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇച്ചിരി ഏറെ ഇടണം. എന്നിട്ട് മഞ്ഞൾ പൊടി ഇട്ട് നന്നായിട്ട് നമ്മൾ വീണ്ടും ഇതുപോലെ പുരട്ടി അത് കഴുകി കളഞ്ഞാൽ മതി. വെള്ളം അങ്ങ് ഒഴിച്ച് കളയുക. നമ്മൾ നല്ല വൃത്തിയായിട്ട് കിട്ടും. അതുപോലെ ചിക്കൻ നമ്മൾ കഴുകി കഴിയുമ്പോൾ ലാസ്റ്റ് ഇതുപോലെ വെള്ളം തെളിഞ്ഞിരിക്കണം.